പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന ഒരു പടമാണ്. ഒരു കോളേജ് സ്റ്റുഡന്റ് സാം കുട്ടി അഥവാ സാം ബോയ് ആയിട്ടാണ് ബേസിൽ ജോസഫ് ഇതിനകത്ത് വരുന്നത്. പുള്ളിയുടെ ആ ഒരു ലുക്കും, ആ ഒരു മേക്ക് ഓവറും, ആ ഒരു പാട്ടും ഒക്കെ മുന്നേ വൈറലായിരുന്നല്ലോ. വൈദ്യുതി നിങ്ങൾ ജീവിതത്തിൽ സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടീമിന്റെ ഈ അതിരടി ഇന്റർവ്യൂസ് കണ്ടാൽ മതി. ഫുൾ ഫണ്ണാണ്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ഓരോ ഇന്റർവ്യൂ ഇങ്ങനെ ഇരുന്ന് ഓരോ ദിവസം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത്രയും മനുഷ്യരെ ചിരിപ്പിക്കാൻ സാധിക്കുന്നു എന്നാണ്. സിനിമയും ഇതുപോലെ തന്നെയാണ്, അവരുടെ ഇന്റർവ്യൂ പോലെ തന്നെ ഫണ്ണാണ്. കംപ്ലീറ്റ്ലി ഫൺ എന്റർടൈനർ റൈഡ് ആണ്. ഇതിന് വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. ഈ സിനിമയ്ക്ക് വേണ്ടി ബേസിൽ ജോസഫ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പുള്ളി ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ കൂടിയാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കും കേട്ടോ. അപ്പൊ കഥ തുടങ്ങുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ ഒരു മെയിൻ ഫെസ്റ്റ്, ഒരു ട്രാജിക് ഇവന്റ് കാരണം, പാസ്റ്റിൽ ഒരു ഇവന്റ് കാരണം മുടങ്ങിക്കിടക്കാണ്. അത് നടത്തിയെടുക്കണം എന്ന വാശിയിലാണ് ബേസിൽ ജോസഫ്. ചില ഇമോഷണൽ മൊമെന്റ്സിലൂടെ പടം പലപ്പോഴും ഒന്ന് തൊട്ട് തടവി പോകുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഫൺ എന്റർടൈൻമെന്റ് മീറ്റർ തന്നെയാണ് ഫുള്ള് പിടിച്ചിരിക്കുന്നത്. കോമഡീസ് മിക്കതും വർക്ക് ആവുന്നുണ്ട് താനും. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന ആ സമയത്താണ് ടൊവിനോയുടെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ശ്രീകുട്ടൻ വെള്ളയാണി എന്നൊരു ക്യാരക്ടറിനെയാണ് പുള്ളി ചെയ്യുന്നത്. ഈ ടൊവിനോയുടെ ഇൻട്രൊഡക്ഷനിലൂടെയാണ് പിന്നെ മാസ് മൊമെന്റ്സ് ഒക്കെ സിനിമയിലേക്ക് കടന്നു വരുന്നത്. നൈസ് ആയിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടൊവിനോയുടെയും ബേസിലിന്റെ ഇടയിലേക്ക് പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ടസിലാണ് കഥ. ഇവരുടെ ഇടയിലേക്ക് വേറെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫുൾ ഓൺ ആവുന്നുണ്ട് പടം. ഡെലുലും എനിക്ക് തോന്നുന്നു സെവമായിന്ന് ഒട്ടും കുറയാതെ തന്നെ ആ ഒരു ചാംനെസ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാക്ഡ് തിയേറ്ററിൽ ഫുള്ള് ചുറ്റിനും ഹൂട്ടിങ്ങും ചിയറിംഗും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണത്. റൈറ്റ് ക്രൗഡ് വേണം ഇത് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ചില സമയത്ത് ഇതിലെ കട്ട്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ എന്റെ കട്ട്സ് പട്ടേ നടക്കുകയാണ്. നമുക്കൊന്നും ചിന്തിക്കാനുള്ള സ്പേസ് തരാതെ ഫുള്ള് മൈൻഡ് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചു പോയ എനിക്ക് നന്നായിട്ട് ഈ ഒരു സംഭവം വർക്കായി. എന്തായാലും സിനിമ സ്റ്റാർട്ട് ടു എൻഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നീട് ടൊവിനോ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ തിയേറ്റർ വിട്ടത്.